എല്ലാവർക്കും ഷെഫ്സ് കോർണറിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റുള്ള മീൻ പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ആവോലി മീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കൂട്ടാണ് ഇതിൻ്റെത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് പോയിട്ടൊന്ന് ആളാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കണോ. അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ 2 കഷ്ണം മുളക്, പിന്നെ ഒരു കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവോലി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വരിഞ്ഞതിന് ശേഷം അത് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് ഇത് നേരിയ ഇതിലൊന്ന് മസാല പുരട്ടിയിട്ടൊന്ന് വെക്കണം. ഒരു 15 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മറിച്ചൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ സവാളൊക്കെ ഒന്നിട്ട് അതിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചീനച്ചട്ടിയിൽ തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അതിലിട്ടൊന്ന് വറുക്കണം. അപ്പോൾ വേറെ ഒന്നും അതിൽ ചേർക്കണ ആവശ്യമില്ല, അതിലുള്ള മസാല തന്നെ ഈ തേങ്ങയിലോട്ട് പിടിക്കും. ഇനി പേസ്റ്റാക്കി എടുത്തതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വറുത്തതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ നന്നായിട്ട് പാകമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ സമയത്ത്. ഇനി ഓരോ മീനുകളായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് കടിക്കുമ്പോൾ തേങ്ങ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ തേങ്ങ കടിക്കണ ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ഈ തേങ്ങ വേണമെങ്കിൽ മസാല പേസ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ ഈ തേങ്ങ ഇങ്ങനെ ഇതിൻ്റെ കൂടെ കടിക്കണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ പേസ്റ്റ് ചെയ്യാതെ അതുപോലെ ചേർത്ത് കൊടുത്തത്. പിന്നെ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഈ മസാല മാത്രം തേങ്ങ ഇല്ലാതെയും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ പാനിലിട്ടിട്ട് തന്നെ ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, അത് നേരത്തെ അതിൽ തന്നെ ചെയ്ത് കുറച്ച് എണ്ണ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ച് വെച്ചിട്ടൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം. 2 സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കുമെന്ന്. അങ്ങനെ ചെറുതീയിലൊരു 15 മിനിറ്റോളം അങ്ങോട്ട് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല മീനിൻ്റെ മസാലയുടെ സ്മെല്ലും വാഴയില വാടിയ സ്മെല്ലൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.